ചോദ്യപേപ്പർ കേസിൽ MS സൊല്യൂഷൻ CEO മുഹമ്മദ് ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ വിധി പറയാൻ 6-ാം തീയതിയിലേക്ക് മാറ്റി. ചോദ്യങ്ങൾ MS സൊല്യൂഷൻസ് കൃത്യമായി പ്രവചിച്ചത് ദുരൂഹമെന്നും ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമായതിനാൽ മുഹമ്മദ് ഷുഹൈബിന് ജാമ്യം നൽകരുതെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. മിഥില ബാലൻ വിവരങ്ങളുമായി. മിഥില, ഇതിൽ ഇരുഭാഗവും ഇന്ന് വാദം നടത്തിയിട്ടുണ്ട്. അത് പൂർത്തിയായി എന്ന് മനസ്സിലാക്കുന്നു. ഇത് പ്രവചിക്കുകയല്ല, കൃത്യമായി പറയുകയാണ് എന്ന് പ്രോസിക്യൂഷൻ പറയുമ്പോൾ പ്രവചിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതിന് കസ്റ്റഡി എന്തിനാണ് എന്നത് പ്രതിഭാഗവും ചോദിക്കുന്നു. വിവരങ്ങൾ. അനുജ, മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഈ മാസം 6-ന് അതായത് തിങ്കളാഴ്ച കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതി വിധി പറയും. വാദപ്രതിവാദങ്ങൾ ഇങ്ങനെയായിരുന്നു. കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണം. പ്രത്യേകിച്ച് ഷുഹൈബ് ഒരു വലിയ മീൻ തന്നെയാണ്. സാധ്യതയല്ല പ്രവചിച്ചത്. ഇത്തരം ചോദ്യങ്ങൾ വരും എന്ന ഉറപ്പാണ് നൽകിയിട്ടുള്ളത്. ചോദ്യപേപ്പർ സ്കൂളുകളിൽ തലേ ദിവസം എത്തിക്കാറുണ്ട്, അല്ലെങ്കിൽ 2 ദിവസം മുൻപ് എത്തിക്കാറുണ്ട്. അങ്ങനെയെങ്കിൽ ആരിൽ നിന്നാണ് ഷുഹൈബിന് ഈ ചോദ്യപേപ്പർ കിട്ടിയത്? അത് കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ ഷുഹൈബിനെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്, കസ്റ്റഡിയിൽ വാങ്ങേണ്ടതുണ്ട്. ഷുഹൈബിന് ജാമ്യം നൽകരുത് എന്ന ഒരു ആവശ്യമാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ കൃത്യമായി പ്രവചിച്ചതിന് പിന്നിൽ ദുരൂഹതയുണ്ട്. ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണ്, ജാമ്യം നൽകരുത്. ഇതായിരുന്നു പ്രോസിക്യൂഷൻ വാദം. എന്നാൽ അതേസമയം പ്രതിഭാഗം വാദിച്ചത് ഈ ഷുഹൈബിനെതിരെ ഉന്നയിച്ച 3 ആരോപണങ്ങൾ, വഞ്ചന, ഗൂഢാലോചന ഉൾപ്പെടെ ഒന്നും നിലനിൽക്കുന്നതല്ല. കുറേ ചോദ്യങ്ങൾ പ്രവചിക്കുക മാത്രമാണ് ചെയ്തത്. അതിൽ എന്തിന് ചോദ്യം ചെയ്യണം, കസ്റ്റഡിയിലെടുക്കണം? അതുകൊണ്ട് ജാമ്യം നൽകരുത് എന്ന ആവശ്യമാണ്. മറ്റൊന്ന്, കഴിഞ്ഞ ദിവസം വാദിച്ച അതേ കാര്യം തന്നെയാണ് ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട്. അപ്പുറത്ത് ഒരാളില്ലാതെ എങ്ങനെ ഗൂഢാലോചന നടത്തും എന്ന ഒരു ചോദ്യമാണ് പ്രതിഭാഗം ഉന്നയിച്ചിട്ടുള്ളത്. എന്തുതന്നെയായാലും ഈ കേസിൽ തിങ്കളാഴ്ച കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതി വിധി പറയും. അനുജ, ചോദ്യപേപ്പർ ചോർച്ച കേസിലാണ് മുഹമ്മദ് ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറയുന്നത് 6-ാം തീയതിയിലേക്ക് മാറ്റി. ഇന്ന് 2 ഭാഗത്തിന്റെയും വാദം പൂർത്തിയായി.